എന്നിവിടെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് 12:15 ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 12:15 എന്ന് പറയുമ്പോൾ നേരെ 12ൻ്റെ അടുത്തായിരിക്കത്തില്ല, കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ടായിരിക്കും ഉള്ളത്. അതായത് 12:15 ഇവിടെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഈ 1 മിനിറ്റിൻ്റെ കോണളവ് 6 ഡിഗ്രിയാണ്. ഇത് ഇത്രയെന്ന് പറയുന്നത് 5 വരുമല്ലോ. 1, 2, 3, 4, 5 മിനിറ്റ് കഴിയുമ്പോഴാണ് അതിൽ അടുത്ത സംഖ്യ വരിക. അതായത് 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 6 ഡിഗ്രി, അതായത് 30 ഡിഗ്രി വരും. ഒരു 30 ഡിഗ്രി, ഒരു 30 ഡിഗ്രി, ഒരു 30 ഡിഗ്രി, ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 30. അതായത് ഓരോ യൂണിറ്റിനും 30 ഡിഗ്രി വീതമാണ്. 5 മിനിറ്റ്, 1 മിനിറ്റ് 6 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് 5 × 6 30 ഡിഗ്രി വരും. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ 1, 2, 3, അതായത് 3 × 30, അതായത് 90 ഡിഗ്രി വരും. 90 ഡിഗ്രി ശരിക്കും വരുന്നില്ലല്ലോ, ഇവിടെ ഒരു ഇച്ചിരി ഇങ്ങോട്ട് വ്യത്യാസം വരുന്നുണ്ടല്ലോ. അതിൻ്റെ അറിയാൻ വേണ്ടി ആകെ 90 ഉള്ളതിൽ നിന്ന് 90 ഡിഗ്രിയിൽ നിന്ന് ഇതിൻ്റെ ഹാഫ്, അതായത് 12:15 എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ്. 15ൻ്റെ ഹാഫ് എടുത്തിട്ട് കുറയ്ക്കണം. 15ൻ്റെ ഹാഫ് എടുത്തിട്ട് കുറയ്ക്കണം. അതായത് 15ൻ്റെ ഹാഫ് എത്രയാണ്? 7.5. 90.0 7.5. അതായത് 82.5 വരും. 7.5 കുറയ്ക്കുമ്പോൾ 82.5 കോണളവ് വരും. 82. നമുക്കത് കുറയ്ക്കാൻ എളുപ്പമാണ്. 90ൽ നിന്ന് 7 പോകെ 83, 83ൽ നിന്ന് 7 പോകെ 2.5. ഇവിടെ മിനിറ്റ് സൂചിയാണ് മുമ്പിൽ എങ്കിൽ കുറയ്ക്കുക ചെയ്യണ്ടേ. മിനിറ്റ് ഇത് പിന്നെ ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ മണിക്കൂർ സൂചി ഇപ്പുറവും മിനിറ്റ് സൂചി ബാക്കിലുമായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് കൂട്ടുക ചെയ്യണ്ടേ. ഈ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് ഇതിപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിനിറ്റ് സൂചിയാണ് മുമ്പിൽ. ഇത് തിരിച്ചാൽ മിനിറ്റ് സൂചി ബാക്കിലും മണിക്കൂർ സൂചി മുമ്പിലും, അങ്ങനെ അത് ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് കൂട്ടുക ചെയ്യുന്നത്. ആകെ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 30 × 3, 1 യൂണിറ്റ് 30, 30, 60, 90, 90 ഇല്ല. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും. ആ വ്യത്യാസം കാണാൻ നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള മിനിറ്റിൻ്റെ ഹാഫ് എടുക്കുക. 15ൻ്റെ പകുതി 7.5. അത് ഈ 90ൽ നിന്ന് 7.5 കുറയ്ക്കുക. 90ൽ നിന്ന് 7 കുറച്ചാൽ 83, 83ൽ നിന്ന് 7 കുറച്ചാൽ 82.5 ഡിഗ്രിയാണ് ഇതിൻ്റെ കോണളവ്. നമുക്ക് നോക്കാം. 2ഉം 5ൽ സമാനമായത് ഏത്? ഇതൊരു മിക്സർ എന്താ വിഷമഭിന്നം ആക്കണം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 2 × 5 പ്ലസ് ഈ മുകളിലുള്ളത് കൂട്ടുക /5. ഇനിയും ഇത് ഗുണിക്കുന്നത് വേണം ആദ്യം ചെയ്യാൻ ബോർഡ് മാസ് നിയമം അനുസരിച്ച്. അതായത് 2 × 5 10 പ്ലസ് 1/5, അതായത് 11/5 ആണ് ഉത്തരം. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 225 എന്ന് പറയുന്നത് 15 ആണ്. 15ഉം ഈ 154 കൂടെ കൂട്ടുമ്പോൾ 169 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 169ൻ്റെ റൂട്ടെന്ന് പറയുന്നത് 13 ആണ്. 15 612ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ 15 625 വരും. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. 15 612ഉം 169ൻ്റെ 13 വരും. അതായത് 15 625 അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. ഇവിടെ ഓപ്ഷന് 5 ലാസ്റ്റിൽ വരുന്ന ഇതാണ്. 125ൻ്റെ സ്ക്വയറാണ് ഈ 15,625. അല്ലെങ്കിൽ ഓപ്ഷൻ 5 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ സ്ക്വയർ എടുത്താൽ ഇതിന് 0 വരും, ഇതിൻ്റെ 1 വരും, ഇത് 4, 4, 16, അങ്ങനെ 6 അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് 125 ഈ ഓപ്ഷനിൽ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുന്നതാണ്. ഒരു സ്കൂളിൽ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. അതായത് 60% ബോയ്സാണ്. ബാക്കി 100% എന്ന് പറയുന്നതാണ് മൊത്തം. അപ്പോൾ 60% ബാക്കി 40% കൂടെ എല്ലാം 100 ആകത്തുള്ളൂ. ബാക്കി എന്താണെന്ന് ഗേൾസാണ്, പെൺകുട്ടികളാണ്. അതായത് ആകെയുള്ള കുട്ടികളുടെ 40%, ആകെ ഉള്ളത് X ആണെന്നിരിക്കട്ടെ.
എക്സ് ആകെയുള്ള കുട്ടികളുടെ എണ്ണം എക്സ് ആണെന്നിരിക്കട്ടെ. അതായത് എക്സിൻ്റെ 40% എത്രയാണ്? ഗേൾസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 500. ആകെയുള്ളതിൻ്റെ 60% ആൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി 40%, 100% ഫുള്ള്. അതായത് 40% പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 500 എന്ന് ചോദിച്ച് തന്നിട്ടുണ്ട്. അതായത് ആകെയുള്ള കുട്ടികളുടെ എണ്ണം എക്സ് ആണെന്നിരിക്കട്ടെ. ആകെയുള്ളതിൻ്റെ 40% എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. അപ്പം നമുക്ക് ആകെയുള്ളതിൻ്റെ, അതായത് എക്സ് ഇൻറ്റു 40% 500 എന്ന് പറഞ്ഞാൽ എക്സ് സമം 500 ഡിവൈഡഡ് ബൈ 40%. കൂടെ കിടക്കുന്ന 40% ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുന്നു. സിംപ്ലൈസ് 500 എക്സ് സമം 500 ബൈ 40% മീൻസ് 40/100. 10% എന്ന് പറഞ്ഞാൽ 10/100. 15% എന്ന് പറഞ്ഞാൽ 15/100. ഇവിടെ 500 ഗുണം, അത് തിരിച്ചിട്ട് ഗുണിക്കുക. ഒരു ഭിന്നസംഖ്യ അടിയിൽ ഛേദത്തിൽ ഹരിക്കാൻ വന്നാൽ അത് നേരെ തിരിച്ചിട്ട് വ്യുൽക്രമം ഇട്ടിട്ട് ഗുണിക്കുക. അതായത് ഇത് 1250 എക്സ്. ആകെ കുട്ടികൾ 1250. ഗേൾസ് നമുക്ക് തന്നിട്ടുണ്ട് 500. അങ്ങനെയാണെങ്കിൽ ബോയ്സ് ആൺകുട്ടികൾ എത്രയെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആകെയുള്ളതിൽ നിന്ന് ഗേൾസിൻ്റെ കുറച്ചാൽ മതിയല്ലോ. അതായത് 750 കുട്ടികൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 750. 60% ആൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 100% മൊത്തം ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി. അതായത് 60% ആൺകുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള 40% പെൺകുട്ടികൾ. അതായത് ആകെയുള്ള കുട്ടികളുടെ 40% പെൺകുട്ടികളാണ് തന്നിട്ടുണ്ട്. ആകെയുള്ളതിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ആകെ ഉള്ള കുട്ടികളുടെ എണ്ണം എക്സ് എന്ന് എടുക്കുന്നത്. അതായത് എക്സിൻ്റെ 40% 500. എക്സിൻ്റെ 40% ഓഫ് എക്സ്. അതായത് എക്സ് ഗുണം 40% സമം 500 ആണ് തന്നിട്ടുണ്ട് പെൺകുട്ടികൾ. അതായത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ കൂടെ കിടക്കുന്ന 40% ഈ 500ൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. അതായത് 500 ഡിവൈഡഡ് ബൈ 40%. അതായത് എക്സ് സമം 500 ഡിവൈഡഡ് ബൈ 40% എന്ന് പറയാൻ 40/100. 10% എന്ന് പറയാൻ 10/100. 20% എന്ന് പറയാൻ 20/100. 500 ഗുണം ഇതിൻ്റെ താഴെ കിടക്കുന്ന ഛേദത്തിൻ്റെ വ്യുൽക്രമം ഇട്ട് ഗുണിച്ചാൽ മതി. ഈ ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാമെന്ന ഭിന്നസംഖ്യകൾ. അപ്പോൾ 100/40. ഇത് കട്ട് ചെയ്യുമ്പോൾ 1250 വരും. ആകെ 1250 കുട്ടികളാണ്. ഗേൾസ് 500 ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സിൻ്റെ ആൺകുട്ടികളുടെ എണ്ണം കാണാൻ ആകെ ഉള്ളതിൽ നിന്ന് ഗേൾസിൻ്റെ കുറച്ചാൽ മതിയായിരുന്നു. AP സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 14, 20, 26 എക്സെട്ര. എ എന്ന് പറയുന്നത് ആദ്യത്തെ 14. പിന്നെ ഡി എന്ന് പറയുന്ന പൊതുവ്യത്യാസം. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തേത് രണ്ടാമത്തെ കുറയ്ക്കണം. 6. ഇത് ഫോർമുല ഉണ്ട്. an സമം a + n - 1 × d. ഇവിടെ a 40 നമുക്ക് കണ്ട 40-ാം പദം. അതായത് a + 40 - 1 ഗുണം d. a നമുക്കറിയാം 14 + 39 × 6. 39 ഗുണം 6 14 + 234. അതായത് 248 ആണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ ബി. 10 ചോദിച്ചെങ്കിൽ a + 9d. a 25 ചോദിച്ചെങ്കിൽ a + 11 കുറയാം 24d. a 5 ചോദിച്ചെങ്കിൽ a + 4d. 5 ആണെങ്കിൽ ഇവിടെ 4d. 1 കുറഞ്ഞു വരും. n - 1 × d ആണ് ഉത്തരം. ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇത് പഠിക്കണം. എന്നാം പദം കാണാനുള്ള ഫോർമുല a + n - 1 × d. 18 a1 I 9 L 12 W 23. പിന്നെ A1 Y 25. അപ്പോൾ ഈ ഓരോ അക്ഷരത്തിനും ഓരോ നമ്പർ അത് വെച്ചിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് നോക്കിയാൽ മതി. സ്റ്റേഷൻ്റെത് ഈ രഹസ്യ കോഡ് അതിനനുസരിച്ച് ആ പാറ്റേണിനനുസരിച്ചായിരിക്കണം ഇത് വരേണ്ടത്. സ്റ്റേഷൻ നമുക്ക് നോക്കാമല്ലോ. STATI
സ്റ്റേഷൻ. സ്റ്റേഷന് എസ് എത്രയാണ്? എസ് 19, ടി 20, എ 1, ടി 20, ഐ 9, ഒ 15, എൻ നോക്കാലോ 14. അപ്പം ഇങ്ങനെ വരും. ഓരോ അക്ഷരത്തിന് വരുന്ന ആ നമ്പർ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. റെയിൽവേയുടെ അങ്ങനെയാണ് വന്നേക്കുന്നത്. ആ പാറ്റേണിൽ വരണം കോഡ് സ്റ്റേഷൻ്റെ വരാൻ. അതായത് 19, 20, 12, 0, 91, 514 ഇതാണ് ഉത്തരം. 19, 20, 120, 91, 514. ലെറ്റർ വെച്ച് നോക്കുമ്പോൾ അതും ഇതുമായിട്ട് അങ്ങനെ ഒരു ബന്ധം കാണുന്നില്ല. ഇനി എന്താണ് ബന്ധം എന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ ഞാൻ കാണുന്നത് ഇത് തൊട്ടടുത്ത ഫസ്റ്റും ലാസ്റ്റും BC ഈസ്റ്റ് MN. ഇവിടെ അതുപോലെ ഫസ്റ്റും ലാസ്റ്റും MN തൊട്ടടുത്തടുത്ത M കഴിഞ്ഞിട്ട് N. അതുപോലെ DE നടുക്ക് വന്നേക്കുന്നത് DE OP അടുത്തടുത്ത അക്ഷരങ്ങൾ. ഫസ്റ്റും ലാസ്റ്റും തൊട്ടടുത്തടുത്ത അക്ഷരങ്ങൾ BC MN. ഇവിടെ മധ്യത്തിൽ വന്നത് DE ABCDE DE OP ആ ഓർഡറിലാണ് വന്നേക്കുന്നത്. ഇപ്പം ഇവിടെ അതേ ഓർഡറിൽ വരണം. അതാണോ നോക്കാമല്ലോ. GH ഫസ്റ്റും ലാസ്റ്റും അടുത്തടുത്ത അക്ഷരങ്ങളാണ്. നടുക്ക് വന്നേക്കുന്നതും അതേ മോഡലാണ് IJ. ഇനി അതുപോലെ ഇതിനകത്തിൽ വന്നേക്കുന്ന ഏതാണെന്ന് നോക്കാം. നമുക്ക് നോക്കാമല്ലോ. RU ഇത് പറ്റില്ല, RU പറ്റില്ല, SR പറ്റില്ല, RS പറ്റും. RS TU. അപ്പോൾ ഇതാണ് TU. RS ഫസ്റ്റും ലാസ്റ്റും R കഴിഞ്ഞിട്ട് S അതേ മോഡൽ MN BC. ഇനി നടുക്കുള്ളത് TU അതായത് OP DE അതായത് TU. അതുകൊണ്ട് ഇതാണ് ഉത്തരം. RUTS PQRST PQRST. അതായത് അതിൻ്റെ ബന്ധം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതി നോക്കാം. പിയുടെ മുന്നിലായിട്ട് S, പി ബാക്കിൽ പിയുടെ മുന്നിലായിട്ട് S. അപ്പോൾ അത് എഴുതി. പിയുടെ മുന്നിലായിട്ട് S നടക്കുന്നു. ഇനി ക്യൂവിൻ്റെ പിന്നിലായിട്ട് T നടക്കുന്നു. ക്യൂവിൻ്റെ പിന്നിൽ അതായത് പുറകിൽ ക്യൂവിൻ്റെ പിന്നിലായിട്ട് T നടക്കുന്നു. ഇനി ഈ പിക്കും ക്യൂക്കും മധ്യത്തിലായിട്ട് R നടക്കുന്നു. അതായത് ഇങ്ങനെ വരും. ഇപ്പുറം 2 പേര് ഇപ്പുറം 2 പേര് നടുക്കാറ്. ഒന്നും കൂടി പറയാം. പിയുടെ മുന്നിലായിട്ട് S നടക്കുന്നു. ഇനി ക്യൂയ്ക്ക് പിന്നിലായിട്ട് T നടക്കുന്നു. ക്യൂയുടെ പിന്നിലായിട്ട് പുറകിലായിട്ട് ക്യൂ മുന്നിൽ. ക്യൂയ്ക്ക് പിന്നിലെന്ന് പറഞ്ഞാൽ ക്യൂ മുന്നിൽ. ഇനി ഈ പിയുടെ ഈ ക്യൂവിൻ്റെ മധ്യത്തിൽ വരണം R. പിയുടെയും ടിയുടെ അല്ല, പിയുടെയും ക്യൂവിൻ്റെയും മധ്യത്തിൽ വരണം R. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇപ്പുറം 2 ഇപ്പുറം 2 മധ്യത്തിൽ ആരാ വരുന്നത്? R ആണ് മധ്യത്തിൽ വരുന്നത്. ഈ നടത്ത രീതിയനുസരിച്ച് ജോണും ദീപവും കൂടി ചേർന്ന് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. ജോൺ മാത്രമാണെങ്കിൽ അതിന് 70 ദിവസം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജോലി 70 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ദീപു ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ജോണും ദീപവും കൂടി 45 ദിവസം. അതായത് ഒന്നിനെ A എന്നും രണ്ടാമത്തേനെ B എന്നും വിളിച്ചാൽ നമുക്ക് ഇതിനൊരു ഫോർമുല വെച്ച് ചെയ്താൽ എളുപ്പം കിട്ടും. ഇതേ പാറ്റേണിലുള്ള ചോദ്യം ഇങ്ങനെ ചെയ്താൽ മതി. ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. അതായത് AB/A-B അല്ലെങ്കിൽ 45 ഗുണം 70 ഡിവൈഡഡ് ബൈ അവ തമ്മിലുള്ള വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 70 നിന്ന് 45 കുറയ്ക്കുക. അതായത് 45 ഗുണം 70 ബൈ 25. അതായത് 126 ദിവസം എടുക്കും. 126 ദിവസം.
ജോണും ദീപവും ചേർന്ന് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 45 ദിവസവും ജോൺ ഒറ്റയ്ക്ക് 70 ദിവസവും. അങ്ങനെ വന്നാൽ ഈ ഫോർമുല വെച്ച് ചെയ്താൽ എളുപ്പമായിരിക്കും. രണ്ടും കൂടെ ഗുണിച്ചിട്ട് അത് തമ്മിലുള്ള വലുതും ചെറുത് കുറച്ച് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. AB/A-B എന്ന് ഓർത്താൽ മതി. A-B എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം ഓർത്താൽ മതി. 45-70 എന്ന് ഓർക്കണ്ട, അവ തമ്മിലുള്ള ഡിഫറൻസ് രണ്ടും കൂടെ ഗുണിച്ച് അവ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. ഇതേ പാറ്റേണിലുള്ള ചോദ്യം. രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളം എന്ന് പറയുന്നത് ഉപരിതല വിസ്തീർണമാണ്. ഉപരിതല വിസ്തീർണം, പരപ്പളവും വിസ്തീർണവും ഒന്ന് തന്നെയാണ്. ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 4π, രണ്ട് ഗോളങ്ങളാകുമ്പോൾ 4πr1², 4πr2². 4πr1², 4πr2², രണ്ട് ഗോളങ്ങളുടെ. അതായത് A1:A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr1² 4πr2². അതായത് ഈ എന്ന് പറയുന്നത് ഈ 4πയും 4πയും അങ്ങ് കട്ട് ചെയ്യാൻ രണ്ടിടത്തും ഒരുപോലെ ഉണ്ടായതുകൊണ്ട്, അതായത് r1² r2² അംശബന്ധം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 16:25. r1² r2² 16:25. 16:25 നമുക്ക് 4² 5² എഴുതാം. ഇവിടെ നിന്നെല്ലാം അങ്ങ് സ്ക്വയർ അങ്ങ് കളഞ്ഞാൽ നമുക്ക് r1:r2 എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി എല്ലാത്തിൻ്റെ. 4:5. ഇനി ഈ ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. 4/3πr³. ഇവിടെ ആദ്യത്തേതിൻ്റെ വോളിയം V1ഉം രണ്ടാമത്തേതിൻ്റെ വോളിയം V2 ആയാൽ V1:V2 എന്ന് പറയുന്നത് 4/3πr1³ 4/3πr2³. ഈ 4/3π അങ്ങ് ക്യാൻസൽ ആകും. പിന്നെ ഈ r1³ r2³ ആവുന്നില്ല. r1³ r2³. r1:r2 എന്ന് പറയുന്നത് 4:5 ആണെങ്കിൽ r1³ r2³ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ക്യൂബ് എടുത്താൽ മതി. 4³ 5³ 4³ എന്ന് പറഞ്ഞാൽ 4 × 4 × 4 64. 5³ എന്ന് പറഞ്ഞാൽ 5 × 5 × 5 25 × 5 125. ഇതാണ് ഉത്തരം വരിക. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഫോർമുല അറിയണം. ഗോളത്തിന് ഞാൻ സോളിഡ്സ് എന്ന് പറഞ്ഞ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി നോക്കിയാൽ നല്ലതുപോലെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകം അതിൻ്റെ വിശദമായിട്ട് ഓരോന്ന് ഫിഗറും വരച്ച് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോർമുലകൾ. അതായത് ഒന്നുകൂടി പറയാം. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ഉപരിതല പരപ്പളവ് കാണാനുള്ള ഫോർമുല 4πr². 4πr². അതായത് ഇവിടെ രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട് 4πr1² 4πr2². അത് തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 4πr1² 4πr2². അതായത് ഈ 4π കട്ട് ചെയ്താൽ എന്ത് വരും? r1² r2² ആണ്. അതിൻ്റെ എന്താ തന്നിട്ടുണ്ട്? 16:25. 16:25 എന്ന് പറഞ്ഞാൽ 4² 5². r1² r2² 4² 5² ആയി മൊത്തം സ്ക്വയർ റൂട്ട് എടുത്താൽ r1:r2 സ്ക്വയർ കളഞ്ഞാൽ മതി. എല്ലാത്തിലും ഉണ്ടായതുകൊണ്ട് r1:r2 എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ഇതിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല, ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല 4/3πr³ ആണ്. അതിൻ്റെ റേഡിയസ്. അപ്പോൾ രണ്ട് ഗോളങ്ങളുണ്ടായതുകൊണ്ട് ആദ്യത്തെ ഗോളത്തിൻ്റെ ആരം r1 എന്നും രണ്ടാമത്തെ ഗോളത്തിൻ്റെ ആരം r2 എന്നും ഇരിക്കട്ടെ. അപ്പോൾ V1:V2 അത് നമുക്ക് കാണണ്ടേ. V1:V2 എന്ന് പറയുന്നത് 4/3πr1³ 4/3πr2³. അതായത് r1³ r2³. r1:r2 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 4:5. r1² r2² എന്ന് പറഞ്ഞാൽ 16:25. അതായത് 4² 5². അതിൽ നിന്നെല്ലാം സ്ക്വയറും കളഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടാൽ r1:r2 എന്ന് പറയുന്നത് 4:5. അപ്പോൾ r1³ r2³ എന്ന് പറഞ്ഞാൽ 4³ അതിൻ്റെ ക്യൂബ് എടുക്കും. r1:r2 4:5 രണ്ടിൻ്റെ ക്യൂബ് എടുക്കും. 4³ 5³ അതായത് 64 അംശബന്ധം 125. 4³ എന്ന് പറഞ്ഞാൽ 64. 4 × 4 × 4. 5³ എന്ന് പറഞ്ഞാൽ 5 × 5 × 5.
വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.